വെൽക്കം ബാക്ക് ടു ഡിപ്ലോയ് ഹാപ്പിനെസ്. ഇന്ന് വിനോദയാത്രയെ പറ്റിയിട്ടുള്ളൊരു കാര്യം പറയാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അതായത് ഈ ഏജിലും, അതായത് റിട്ടയർമെൻറ്റ് കഴിഞ്ഞാലും നമ്മൾ വിനോദയാത്രയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മളുടെ യാത്രകൾ നമ്മൾക്ക് മാനസികമായിട്ട് സന്തോഷം ഉണ്ടാക്കും. അപ്പോൾ ഇപ്പോൾ ഞാനും ഹസ്ബൻഡും മക്കളുടെ കൂടെ യാത്ര പോകാൻ തീരുമാനിച്ചു. ആദ്യം എനിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം മക്കൾക്കുള്ള യാത്രയുടെ ഇടയിൽ നമ്മളെ നോക്കലൊരു ബുദ്ധിമുട്ടാവുമോ, എല്ലാ അസുഖങ്ങൾ വരുമോ, അല്ലെങ്കിൽ ക്ലൈമറ്റിലുള്ള വ്യത്യാസങ്ങൾ നമ്മളെ അഫക്റ്റ് ചെയ്യുമോ എന്നൊക്കെ തോന്നി. അപ്പോൾ അവർ പറഞ്ഞു അതൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ കൂടെ ഞങ്ങൾ പോയി. ഒരു 10 ദിവസം തായ്ലൻഡിൽ അവിടെ താമസിച്ചു. അവിടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും, എല്ലാ ബീച്ചുകളും സഫാരി പാർക്കുകളും എന്ന് വേണ്ട എല്ലാവിടവും നമ്മൾ, ഷോപ്പിംഗ് മോൾസും എല്ലാവിടവും നമ്മൾ സന്ദർശിച്ചു. അതിൽ ഏറ്റവും അധികം അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഷോപ്പിംഗ് മോൾസൊക്കെ വളരെ വിലയാണ്. അവിടെ നമ്മളുടെ നാട്ടിനേക്കാളും വസ്ത്രങ്ങൾക്കൊക്കെ വളരെ വിലയാണ്. നമ്മൾ 100 ബാത്ത് എന്ന് പറയുന്നത് നമ്മളുടെ 360 റുപ്പീസൊക്കെ അടുത്ത് വരും. അപ്പോൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്നാലും ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ റൈസ് അങ്ങനത്തെ ഒന്നല്ല, മാംഗോ റൈസ് എന്നൊക്കെ പറഞ്ഞ് കുഴപ്പമില്ല. എന്നാലും പിന്നെ മിക്കവാറും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടായില്ല. താമസ സൗകര്യങ്ങളൊക്കെ വളരെ നന്നായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ ക്യാപിറ്റൽ സിറ്റിയിലേക്ക് വന്നപ്പോൾ പട്ടയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ആദ്യം താമസിച്ചത്. പിന്നെ നമ്മൾ ക്യാപിറ്റൽ സിറ്റിയിലേക്ക് വന്നപ്പോൾ അവിടെ നമ്മൾ ഹോളിഡേ ഇന്നിൽ താമസിച്ചു. അപ്പോൾ അവിടെ നല്ല ഭക്ഷണങ്ങളാണ് നമുക്ക് രാവിലെ പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ ദിവസങ്ങളിങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരുന്നു. സന്തോഷമായിട്ട് പലയിടത്തും പോയിട്ട് നമുക്ക് യാതൊരു അസുഖങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മൾക്ക് അവിടെ രാത്രിയിലൊക്കെ ബോട്ട് സർവീസൊക്കെ ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് പകലാണെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ടാണ് നമ്മൾ പോകുന്നത്. അതേപോലെ തന്നെ രാത്രിയിലാകുമ്പോൾ അന്ന് വളരെയധികം നമുക്ക് ടൂറിസ്റ്റുകൾ പോകുന്ന ബോട്ടിങ്ങിലൊക്കെ കയറി നമുക്ക് പല സ്ഥലത്തും പോകാൻ പറ്റും. അങ്ങനെ നമ്മളവിടെ പാലസ് അങ്ങനെ അവിടെയൊക്കെ പോയി. പിന്നെ ബുദ്ധയുടെ ടെമ്പിൾസ് ഉണ്ട്. ബുദ്ധയുടെ വളരെയധികം ടെമ്പിൾസ് ഉണ്ട്. അതിനകത്തൊക്കെ വളരെ കാമൻ ക്വയറ്റായ ഏരിയയാണ്. അവിടെ ആളുകളെല്ലാവരും ധ്യാനിച്ചിരിക്കുന്നതൊക്കെ കാണാം. നമുക്കും അവിടെ പോയി ഒച്ച വെച്ച് ഓടാനൊന്നും പറ്റില്ല. കുട്ടികളെയും കൊണ്ട് പോയപ്പോൾ വളരെ സൈലൻ്റായ അന്തരീക്ഷത്തിലാണ് അവർ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ബുദ്ധരുടെ എല്ലാ ചരിത്രങ്ങളും അവിടെ എഴുതി വെച്ചാൽ നമ്മൾ ഇന്ത്യയിലെ രാജാവാണെന്നും ബുദ്ധ മതം അവിടെ അതിൽ പ്രചരിപ്പിച്ചത് എല്ലാ കാര്യങ്ങളും അവിടെ ബുക്കിലെറ്റായിട്ട് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ വളരെയധികം സന്തോഷം തോന്നി നമുക്ക്. ആ ഒരു ബുദ്ധൻ്റെ ടെമ്പിളിൽ പോകുമ്പോഴും നമുക്ക് വളരെ മാനസികമായിട്ട് നമുക്ക് വളരെയധികം സന്തോഷവും സമാധാനമൊക്കെ കിട്ടി. പിന്നെ ഷോപ്പിങ്ങിനൊക്കെ പോയി. വളരെയധികം ഷോപ്പിങ്ങൊന്നും നടത്തിയില്ല, കുറച്ച് ഷോപ്പിങ്ങൊക്കെ നടത്തി. കാരണം വിലയുടെ വ്യത്യാസം വരുമ്പോൾ നമ്മുടെ നാട്ടിലാണ് നമുക്ക് കൂടുതലും. പക്ഷേ സ്ഥലങ്ങൾ കാണാൻ വളരെയധികം ഉണ്ട്. പിന്നെ ഏറ്റവും എന്നെ ആകർഷിച്ചത് ബീച്ചിൻ്റെ സൈഡാണ്. ബീച്ചിൽ വളരെ നീണ്ടു കിടക്കുന്ന ബീച്ചാണ്. പക്ഷേ അവിടെ നമുക്ക് സീറ്റുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ പോയി ഇരിക്കാൻ പറ്റില്ല. കാരണം ഇത് ടൂറിസത്തിന് വേണ്ടിയിട്ടാണ് അവർ ഓരോ സെക്ഷൻ ഓരോരുത്തർ റെൻറ്റിന് എടുത്തിട്ട് അവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ട് നമുക്കവിടെ ഇരിക്കണമെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തണം. അത്രയും അവർ ടൂറിസത്തെ പ്രോത്സാഹിപ്പിച്ചും അവരുടെ ഒരു ഇൻകമായിട്ട് മാറ്റിയെടുക്കുന്ന ഒരു തരത്തിൽ. പിന്നെ എന്നെ ഏറ്റവും അധികം എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ ഞാനൊരു പോലീസുകാരൊന്നും കണ്ടില്ല. ഇപ്പോൾ ട്രാഫിക്കിലായാലും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് സിഗ്നലിനനുസരിച്ച് നമ്മൾ റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യണം. അതേപോലെ തന്നെ ഓരോടത്തും നമ്മളപ്പോൾ ഒരു പോലീസ് എയർപോർട്ടിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ലൈൻ സിസ്റ്റം അനുസരിച്ച് ഓരോന്നിനും നമ്മൾ പോകുമ്പോൾ അതേപോലെ പോകണം. അത് റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയാൽ വളരെ കാമൻ ക്വയറ്റായിട്ട് ഭക്ഷണം കഴിക്കും. പലതരത്തിലുള്ള തേളുകളും പലതരത്തിലുള്ള ഭക്ഷണ രീതികളാണ് അവർ കഴിക്കുന്നതെല്ലാം. ക്രൊക്കഡോയിലിൻ്റെ ഇറച്ചി, അതേപോലെ തന്നെ പിഗിൻ്റെ ഇറച്ചി, അങ്ങനെയൊക്കെ അതൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടൊക്കെ ഇങ്ങനെ റെസ്റ്റോറൻറ്റുകളിൽ ഇരിക്കുന്നത് കാണാം. നമ്മൾ ആ ഒരു മോളിലാണെങ്കിൽ ഒരു ഫ്ലോർ മുഴുവനും പലതര ആളുകളുടെ റെസ്റ്റോറൻറ്റുകളുണ്ടാവും. അപ്പോൾ നമ്മൾക്കും കഴിക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റുകൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ ഇരിക്കാം. അപ്പോൾ അങ്ങനെ വളരെ കാമൻ ക്വയറ്റായ ഒരു കൺട്രിയിൽ ഞാൻ പോയി വന്നു. ഇതിക്ക് മുന്നേ ഞാൻ ഗൾഫിലായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത്, ടീച്ചറായിട്ട് തന്നെ. അപ്പോൾ അവിടെയെന്ന് വെച്ചാൽ നമ്മൾക്ക് ഫിനാൻഷ്യലായിട്ട് ഏണിങ്സാണ് നമ്മൾ കൂടുതൽ എപ്പോഴും നോക്കുന്നത്. എങ്കിൽ കൂടിയും ഞാൻ ദുബായ്, അബുദാബി, ഷാർജ അങ്ങനെയൊക്കെ പോയി വെക്കേഷനിൽ കുട്ടികളായിട്ട് പോകാറുണ്ട്. പക്ഷേ അന്നൊന്നും എപ്പോഴും ഈ നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളോ അങ്ങനത്തെയൊക്കെ അല്ലാതെ ഒരേ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എവിടെ പോയാലും മൾട്ടി സ്റ്റോറി ബിൽഡിങ്സും അതിൻ്റെ ഇടയിലുള്ള ഷോപ്പിംഗ് മോൾസും പല സ്ഥലങ്ങളും ഗോൾഡ് സൂക്ക് അങ്ങനെയൊക്കെ കാണാനുണ്ട്. പക്ഷേ ഈ തായ്ലാൻഡിൽ പോയപ്പോൾ എനിക്ക് വളരെ ഡിഫറെൻ്റായ ഒരു അനുഭവമായിരുന്നു എനിക്കിത് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സായ നിങ്ങൾ സാധിക്കുമെങ്കിൽ നിങ്ങൾ മക്കളുടെ കൂടെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഗ്രൂപ്പായിട്ട് പോകുന്നുണ്ട് അവിടെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ ഫ്ലൈറ്റിൽ അങ്ങനെ 10-40 പേര് വരുന്നുണ്ട്. അതിലും ഇത്തിരി ഏജ്ഡായ ആളുകളൊക്കെയാണ് ഉണ്ടായത്.
അപ്പോൾ അവരിൽ ഇത്തിരി പൈസയ്ക്കൊക്കെ കുറവുണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ അവർ ഒന്നിച്ചെടുക്കുന്നത് കൊണ്ടായിരിക്കും അങ്ങനെയുള്ളവരെയും നമ്മളുടെ കൂട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു, ഫ്ലൈറ്റിൽ വെച്ചിട്ട് പരിചയപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയാലും മക്കളുടെ കൂടെ ആയാലും ഒരവസരം നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളത് തട്ടിക്കളയരുത്. നിങ്ങൾ മാക്സിമം അത് യൂസ് ചെയ്യുക. അപ്പം ഞാൻ സന്ദർശിച്ച ചില ഫോട്ടോസ് വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങളും അതേപോലെ തന്നെ എപ്പോഴും വിനോദയാത്ര, അതായത് ഒരു ഔട്ടിങ്, അതെവിടെയായാലും ഇന്ത്യയിലായാലും കേരളത്തിലായാലും പുറത്തായാലും ഒരു ചാൻസ് കിട്ടിയാൽ അത് കളയരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഈ മെസ്സേജ് പാസും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും അത് എൻജോയ് ചെയ്യാൻ കഴിയുമല്ലോ നമുക്ക്. ഓക്കെ, താങ്ക് യു.